മോളെ, ആ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഹിന്ദിക്കാരാണ്. ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ എങ്ങനെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കണേ? നീ കുറച്ച് ഹിന്ദി ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളല്ലേ, എനിക്കും കുറച്ച് ഹിന്ദി പറഞ്ഞു താടി. ഞാൻ എന്താ സഹായം ചെയ്യേണ്ടിയോ അമ്മ പറ. അവരെന്താ ചോദിക്കണേ, അമ്മക്ക് എന്തൊക്കെ അറിയേണ്ടി അത് പറ, ഞാൻ അതനുസരിച്ച് പറഞ്ഞു തരാം. അത്യാവശ്യം കുഴി തോണ്ടുന്നതിന് എന്താ പറയേണ്ടിയേ? കുഴി തോണ്ടുക. പിന്നെ ഭക്ഷണം വേണോ, അതെങ്ങനെ ചോദിക്കണം, അതൊന്ന് പറഞ്ഞതാ. പിന്നെ ഇത് വിത്ത് കുഴിച്ചിടാൻ വേണ്ടി പറയാൻ, അതെങ്ങനെയാ പറയാൻ, ഇതൊക്കെ ഒന്ന് പറഞ്ഞത്. അത്യാവശ്യം അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയുള്ള ഹിന്ദി അറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം, അതിനൊന്നുമില്ല. ഇപ്പൊ കുഴി തോണ്ടനവന് ഇധർ ഗഡ ഖോദോ, എന്താ പറഞ്ഞ ഇധർ ഖഡ ഖോദോ ഭയ്യ. ഭയ്യ പറഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് ഒരു ഇഷ്ടം വരും, നമ്മൾ അത്രയും അവരെ സ്നേഹത്തോടെ വിളിക്കുന്ന പോലെ തോന്നും. ഇധർ ഖഡ ഖോദിയെ ഇല്ലേ, ഇധർ ഖഡ ഖോദോ ഭയ്യ. ഓക്കെ. പിന്നെ വിത്തിന് യഹാ പേ ബീജ് ഡാലോ, യഹാ പേ ഇല്ലേ ഇസ് ഖഡ്ഡെ പേ ബീജ് ഡാലോ. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിക്കണമെങ്കിൽ ആപ്നെ ഖാന ഖായ, ഖാന ചാഹിയെ, ഖാന ഖായ ഇല്ല ഖാന ചാഹിയെ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓ അത്രേ ഉള്ളൂ. അയ്യോ സന്തോഷം. എനിക്ക് ആകെ ടെൻഷനായിരിക്കുമായിരുന്നു, ഞാൻ എങ്ങനെ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കും. നിന്റെ അപ്പനാണെങ്കിൽ ഉള്ള ഹിന്ദിക്കാരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാരണം ഒന്ന് ഹിന്ദി ഒന്നെങ്കിൽ പഠിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ മലയാളം പഠിക്കേണ്ടി വരും. ഇല്ല എങ്ങനെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം ഓർത്ത് ഞാൻ ഇരിക്കുമെന്നു. ഓ എന്നാണ് നീ പറഞ്ഞു തന്നെ നന്നായി. ഞാനേ ഇതൊന്ന് അവരോട് പറഞ്ഞിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഓ അമ്മ പോയി സംസാരിച്ചിട്ട് വാ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ഞാനുണ്ട്, ഞാനെല്ലാം സഹായിക്കാം. ഓക്കെ മോളെ, നീ എനിക്ക് എന്താ പറഞ്ഞു തന്നെ? ഞാൻ നീ പറഞ്ഞ പോലെയാ പോയി ചോദിച്ചേ. അവിടെ അയാൾ എന്തോ ദേഷ്യപ്പെട്ട് എന്നെ ഇങ്ങനെ നോക്കുന്ന കണ്ടു. ഞാനെല്ലാം കറക്റ്റല്ലേ മമ്മയ്ക്ക് പറഞ്ഞു തന്നെ. അമ്മ എന്താ പോയി പറഞ്ഞേ, ഒന്നും പറഞ്ഞേ എൻ്റെ അടുത്ത്. നീ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ഭയ്യ ഗഡ ഖോദോ, അങ്ങനെ പറഞ്ഞു. അതുവരെ ശരിയായിരുന്നു. പിന്നെ ബീച്ച് ഡാലോ, അതും വളരെ ശരിയായിരുന്നു. പിന്നെ ചോറുണ്ടെന്ന കാര്യം ചോദിച്ചപ്പോഴാണ് ചോർ ചോദിച്ചു. ആദ്യം ഒരു ചോറ് ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു ചോർ. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ അടിക്കാൻ വരുന്ന പോലെ ആയിരുന്നു. നീ എന്താണോ അറിയത്തില്ല, ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ ചോദിച്ചേ. എൻ്റെ അമ്മേ, ചോർ ചോദിച്ചാൽ ഹിന്ദിക്കാരാരാണെങ്കിൽ തിരിഞ്ഞു നോക്കും, ദേഷ്യപ്പെട്ട് നോക്കും. ചോറ് പറഞ്ഞ എന്ത്, നമ്മുടെ കേരളത്തിലെ ചോറല്ല. ആ ചോറ് പറഞ്ഞ നമ്മുടെ കള്ളൻ, അങ്ങനെയാ ഉദ്ദേശിക്കുന്നേ ഹിന്ദിയിൽ. അത് കാരണമാണ് പുള്ളി ഇങ്ങനെ നോക്കിയേ, മനസ്സിലായോ? ഓ ഇങ്ങനെയായിരുന്നോ? എൻ്റെ കർത്താവേ, ഞാൻ ഈ ഹിന്ദിയൊക്കെ പറഞ്ഞ് ഒരു ഗതിയാവും. എനിക്ക് വല്ലറിയാം അറിയാമെന്നോ ചോറ് പറഞ്ഞ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഓ ശരി, നീ പറഞ്ഞത് നന്നായി, ഇനി ഞാൻ അങ്ങനെ ചോദിക്കത്തില്ല. താങ്ക് യു.